ഇന്ന് ആക്ച്വലി വിമൻസ് ഡേ ആണ്. ഇതായിരുന്നറിയാം, ഇത് 161 വീഡിയോ ചെയ്തു, ഇന്നലത്തെ വീഡിയോ അടക്കം. സൺഡേ ഈ ഡേയ്സിന് വിമൻസിനെ ആദരിക്കുക. ഇതായിരുന്നറിയാം, ഇത് ഞാനാണ് ആക്ച്വലി. ഇന്ന് 161 വീഡിയോ ചെയ്തു, ഇന്നലത്തെ വീഡിയോ അടക്കം. ഏകദേശം 3 വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഡെയിലി ലൈഫ്, വെയിറ്റ് അങ്ങനെ പറയുക, ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ തന്നെയാണ് ഇടുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടാ ക്ലിക്കാവാത്തത്. ചിലപ്പോൾ എൻ്റെ വ്ളോഗ് ചെയ്യണതിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. ഞാൻ അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. മാക്സിമം കണ്ടുപിടിച്ച് ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ നോക്കും. ചിലപ്പോൾ ഞാൻ കുറച്ച് ആക്ടിങ് പോലെ സംസാരിക്കണമെന്നോ എനിക്കൊരു ഡൗട്ട്. തന്നെ കോമൺ ആയിട്ട് സംസാരിച്ചു തുടങ്ങാം ഇതേപോലെ അല്ലേ? ഓക്കെ, ഇന്നത്തെ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കണ്ടല്ലോ. ലഞ്ച് എന്ന് പറയുന്നത് വെജിറ്റബിൾ, മിക്സഡ് വെജിറ്റബിൾ ഒരു 150 ഗ്രാം, റൈസ് ഒരു 150 to 200 ഗ്രാം, പിന്നെ ചിക്കൻ കറി വിത്തൗട്ട് ഓയിൽ. ഇത് നോക്കി, ഇത്രയും തടി ഉണ്ടായിരുന്നു. ഇത്രയും തടി പൊന്നെ, അത്ര ഉണ്ടായേ. ഇതേപോലെ മണ്ടത്തനം ചെയ്യല്ലേ, സ്പ്രിന്റ് ചെയ്യാണ് ഞാൻ ഈ തടിയും വെച്ചിട്ട്. അതോ ഒരു വീഡിയോ കണ്ടിട്ടാണ് ചെയ്യണം. പൊട്ടം തന്നെ. അല്ല, മുട്ടുമെല്ലാം അടിച്ചു പോയിരുന്നെ. അന്ന് കംപ്ലൈന്റ് ആയി, കാല് ഫീറ്റ് വന്നിട്ടേ ചെറിയ ഇഞ്ചുറി. അതോടെ ഈ ഓട്ടം നിർത്തി. ആക്ച്വലി ഓവർ വെയിറ്റ് ചെയ്തിട്ട് ആരും ഓടല്ല കേട്ടോ. ഓക്കെ, ഞാൻ ഫുഡ് കഴിക്കും. ജസ്റ്റ് എന്റെ ചാനൽ ഇട്ടേ ഉള്ളൂ. ഫുഡ് കൊള്ളാമോ? എത്ര ദിവസം പുഴുങ്ങിയ ചിക്കൻ ആയിരുന്നില്ല ചേട്ടാ? ആക്ച്വലി ഞാൻ പനി വന്നിട്ടേ, ബ്ലോട്ടിങ് ആയിരുന്നില്ലേ, പനി വന്നിട്ട് അതിന് ശേഷം ആൻറ്റിബയോട്ടിക് അതൊക്കെ എടുത്തതിന് ശേഷം എനിക്ക് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് അടിയാറില്ല. 2 ദിവസമായി ഭയങ്കര ബ്ലോട്ടിങ്ങിൻ്റെ കുഴപ്പം. ഒരു സ്പൈസൊക്കെ കഴിച്ചപ്പോൾ ഒരു ആശ്വാസമുണ്ട് സീരിയസ്ലി. ഇന്ന് ആക്ച്വലി വിമൻസ് ഡേ ആണ്. എല്ലാവർക്കും ഓരോ ഡേ വെച്ചേക്കും. മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, വുമൻസ് ഡേ, ഹസ്ബൻഡ്സ് ഡേ, പിന്നെന്തോ സൺഡേ ആണ്. സൺഡേ ഉണ്ട്, സൺഡേ ഉണ്ട്. പിന്നെ എന്താ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. ആക്ച്വലി ഈ ഡേ ഒന്നും നിങ്ങൾ വെക്കാതെ വുമൻസിനെ കെയർ ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ്, ഞാൻ പറഞ്ഞുതരാം, ആരെയും ചീറ്റ് ചെയ്യാൻ നോക്കുക. 1. പിന്നെ ഓക്കെ, ആകെപ്പോട്ട് ഇത് കണ്ടല്ല, വാവ്, അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് പോലെയുണ്ട്. ബിക്കോസ് ഇതെൻ്റെ വൈഫ് ഉണ്ടാക്കിയാണ്. ഓക്കെ, ഇതണ്ട, ഞാൻ ഇന്നലെ ഉണ്ടാക്കി ബിരിയാണിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചതാണ്. ആക്ച്വലി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, സമയമില്ലാത്തതുകൊണ്ട് എല്ലാം വാരി കുക്കറിൻ്റെ അകത്തിട്ട് അവിടെ വേവിച്ച് പറക്കി എങ്ങനെയൊക്കെ കഴിച്ചു. അതായത് ഇന്നലത്തെ ഫുഡ് കണ്ടോ. ഞാൻ ഇന്ന് കഴിച്ചത് റൈസ്, സാധാ റൈസ്, ചിക്കൻ കറി, ഓയിലില്ലാത്ത ചിക്കൻ കറി. ഓയിൽ മീൻസ് ഒരു സ്പൂൺ ഓയിൽ എന്നാണ്ട് ഒഴിച്ചിട്ടുണ്ട്, അത്രയാണ്. ഒരു സ്പൂണും ഇല്ല. ഓക്കെ, പിന്നെ വൈറ്റ് റൈസ്, കേർഡ്, ഇത്രയാണ് കഴിച്ചത്. വെജിറ്റബിൾ എനിക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്തത്. ബട്ട് സൂപ്പർ. സോ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, ഡേയ്സിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഈ ഡേയ്സിനെ അവരെ ആദരിക്കാതെ അവരുണ്ടാക്കി തരുന്ന ഫുഡ് കഴിച്ചിട്ട് കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയുക, കൊള്ളില്ല എന്ന് പറയുക, അങ്ങനെ പറയാതിരിക്കുക. എന്നാലും അതിനെങ്ങനെ മേക്ക് ചെയ്ത് അതിനെ കുറച്ചും കൂടെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് പറയാം. കൊള്ളൂല എന്നങ്ങ് വായെടുത്ത് പറയല്ല. അതിനെ കുറച്ചും കൂടെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും, നന്നായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോ എന്തായാലും ചെറുതായിട്ട് ചീത്തയായി, നമുക്ക് വേറൊരു സാധനം കൂടെ ഇട്ട് നോക്കിയാലോ എന്ന് പറഞ്ഞ് നമ്മളും കൂടെ ആ കിച്ചണിൽ പോയി ഹെൽപ്പ് ചെയ്യുക അവരെ. അതർവൈസ് അവരെപ്പോഴും ഡൗൺ ആവും. എനിക്ക് തോന്നുന്ന ഒരു 70% അല്ലേ വുമൻസും കിച്ചണിൽ തന്നെയാണ് അവരെ. ഇനി ഇപ്പോഴത്തെ കാലത്തുള്ള പിള്ളേർ എന്താണെന്ന് അറിയത്തില്ല, കുറച്ചും കൂടെ മാറ്റമുണ്ട്. സോ
ഈ ഡേയ്സിന് വിമൻസിനെ ആദരിക്കാതെ നിങ്ങളെ കിച്ചണിലും നിങ്ങളെ ഓഫീസ് സ്ഥലത്തും എല്ലായിടത്തും അവരെ റെസ്പെക്റ്റോടെ കാണുക. എന്താ പറയുക, അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക മാക്സിമം. ഒരു എന്താ അതിനെന്ത് പറയണമെന്ന് വെച്ചാൽ മറ്റേ നമ്മൾ ഇക്വാലിറ്റി സമത്വം. അങ്ങനെ വിമൻസ് വേറെന്തോ പറയല്ലോ, അവരിതാണെന്ന് പറഞ്ഞിട്ട്. ഫെമിനിസം എന്ന് പറയുന്നത് ആണുങ്ങൾക്കും ഫെമിനിസം ഉണ്ട്. ഇക്വാലിറ്റി, എല്ലാവർക്കും ഇക്വാലിറ്റി അല്ലേ ആവശ്യം. ഫെമിനിസം എന്ന് ഉദ്ദേശിക്കുന്ന അവരതല്ലേ ഫെമിനിസ്റ്റ് അല്ലേ? ഇക്വാലിറ്റി തേടി നടക്കുന്നവരല്ലേ ഫെമിനിസ്റ്റ്. അത് എല്ലാവരോടും കാണിക്കുക, അതുപോലെ ആണുങ്ങളും കാണിക്കുക. ഓക്കെ, എല്ലാത്തിനും ഇക്വാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അവർ തുണി നനയ്ക്കണമെങ്കിൽ നമ്മൾ പാത്രം കഴുകുക, നമ്മള് പാത്രം കഴുകി തറവടയ്ക്കുക, ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വെളിയില്. ഓക്കെ, ഇന്നത്രേ ഉള്ളൂ. കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ, വർക്കൗട്ടൊക്കെ ചെയ്യാൻ രാവിലെ പോയി ചെയ്തോളണം. ജിമ്മിൽ നമ്മളെ നാട്ടിൻ പുറത്താണ് ജീവിക്കുന്നത്. രാവിലെ ഉറക്കം എണീക്കുമ്പോഴേ കോള് വരും, 5 മരണം, 5 നൂലുകെട്ട്, 5 താലുകെട്ട് എന്നൊക്കെ പറഞ്ഞു വരും. സോ നമ്മളെ കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ നമ്മളെ ഫസ്റ്റ് കാര്യം പ്രയോറിറ്റി നമ്മളെ ഹെൽത്തിന് കൊടുക്കുക. ഹെൽത്തിന് കൊടുത്തിട്ട് ബാക്കി സ്റ്റാർട്ട് ചെയ്യുക. 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും. നമ്മൾ കറക്റ്റായിട്ട് ഹെൽത്ത് നോക്കി തന്നെ പോകണം. അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് നടക്കാനെങ്കിലും പോവുക. സീരിയസ്ലി മെൻ്റൽ ഹെൽത്തെങ്കിലും കിട്ടും. മസിൽ ബിൽഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഫാറ്റ് കുറച്ചൊക്കെ കുറയും. ഓക്കെ, മസിൽ കുറച്ചൊക്കെ ബിൽഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, എനിക്ക് ഈ ലേഡിയുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു പേരെന്താ? ആക്ച്വൽ നെയിം എന്താ അവരെ? നീതു. ലൈക്ക് ഇറ്റ്. ഓക്കെ, ബൈ എവരിവൺ. വീഡിയോ എടുക്കണം. മതിയോ?